താൻ ബദ്ധനായിരിക്കുമ്പോൾ ഫിലമോന് എന്ന് പറയുന്ന ഒരു ദേവദാസന് എഴുതുന്ന ഒരു ലേഖനമാണ്. ഫിലമോൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രിയപ്പെട്ടവൻ. പേരുകൊണ്ട് തന്നെ അവൻ അപ്പോസ്തലനായ പൗലോസിന് പ്രിയപ്പെട്ടവനായിരുന്നു. അവിടെ മറ്റൊരാളെ കാണുന്നു, ഓനസിമോസ്. അതിന്റെ അർത്ഥവും മനോഹരമായ ഒരർത്ഥമാണ്, പ്രയോജനമുള്ളവൻ. ആദ്യം പൗലോസ് ഫിലമോനെ കർത്താവിന്റെ മകനായി, കർത്താവിന്റെ ദാസനായി, കർത്താവിന്റെ ശുശ്രൂഷകനായി കാണുകയാണ്. ഫിലമോന്റെ വീട്ടിൽ ഒരു ദൈവിക ശുശ്രൂഷ ആദ്യമകാലത്ത് നടന്നിരുന്നു. അവിടെ പറയുന്നു, ഫിലമോന്റെ ഭാര്യ അപ്പിയ, മകൻ അർക്കിപ്പോസ്, കൊലോസ്യ ലേഖനം 4:17 കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. നല്ലൊരു സുവിശേഷകനായിരുന്നു ഈ പിന്നിൽക്കാലത്ത് ഓനസിമോസ് എന്ന ഇവിടെ വളരെ വ്യക്തമായി അറിയുവാൻ കഴിയും. ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മുൻപ് ഓർപ്പിച്ചതുപോലെ റോമ കാരാഗൃഹത്തിൽ താൻ ബദ്ധനായിരിക്കുമ്പോൾ ഓനസിമോസ് എന്ന് പറയുന്ന അടിമ പൗലോസ് ആയിരിക്കുന്ന കാരാഗൃഹത്തിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. തനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അയച്ചതാണ് ഓനസിമോസിനെ എന്ന് നമുക്ക് തോന്നുമാറും. ഓനസിമോസും അപ്പോസ്തലനായ പൗലോസും തമ്മിൽ അത്രമാത്രം ദൃഢമായൊരു ബന്ധം സ്ഥാപിക്കുവാൻ ഈ കാരാഗൃഹത്തിൽ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്, ഫിലമോന്റെ വീട്ടിലെ ഒരു ജോലിക്കാരനായിരുന്നു, അടിമയായിരുന്നു ഓനസിമോസ്. അവന്റെ വാക്കിന്റെ അർത്ഥം ഞാൻ ഓർമ്മിച്ചു, പ്രയോജനമുള്ളവൻ. ഫിലമോന്റെ ഭവനത്തിൽ ഒരു കൂട്ടായ്മ നടക്കുന്നു. ഫിലമോൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രിയപ്പെട്ടവൻ. അവൻ ദൈവത്തിനും അപ്പോസ്തലനായ പൗലോസിനും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പോ ഒരു നല്ല വിശ്വാസിയുടെ കുടുംബമാണ് ഫിലമോന്റെ. ആ ലേഖനത്തിലൂടെ ആ സഭയെ ഇവിടെ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് വരച്ച് കാണുന്നു. അപ്പോൾ എന്തോ കാരണത്താൽ ഓനസിമോസ് ഫിലമോന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒടുവിൽ വന്നു ചേർന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ അടുക്കലാണ്. നമ്മള് ഫിലമോന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകൻ ഓനോസിന് വേണ്ടിയാണ് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്പം പുറകിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഓനസിമോസിനെ വ്യക്തിപരമായ അപ്പോസ്തലനായ പൗലോസിന് ഒരുപക്ഷെ അറിയാൻ സാധ്യതയുണ്ട്. കാരണം പൗലോസ് ഫിലമോന്റെ കൂട്ടായ്മയില് സംബന്ധിച്ചിട്ടുണ്ട്. ആ കൂട്ടായ്മയിലൂടെ ഫിലമോനും കുടുംബവും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ തനിക്ക് ഓനസിമോസിന്റെ ശുശ്രൂഷ ഈ തടവിൽ ആവശ്യമുണ്ടെങ്കിൽ പോലും നമ്മൾ ഓർക്കേണ്ടതൊരു ആവശ്യമുണ്ട്. എന്നറിയാമോ? എന്തിനും അവനോട് ഓടിപ്പോകുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് അവനും ഫിലമോനും തമ്മിൽ ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസിന് അറിയാമായിരുന്നു. അതുകൊണ്ട്
അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വായിക്കുകയാണ്, ഇങ്ങനെ എഴുതി ലേഖനം കൊടുത്തുവിടുകയാണ്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകൻ ഓനോസിമോസിന് വേണ്ടിയാണ് ഞാൻ അപേക്ഷിക്കുന്നത്. തടവിലിരിക്കുമ്പോൾ സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷത്താൽ അടിമയായിരുന്ന ഓനോസിമോസ് കർത്താവിനെ അവന്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. അവൻ ഒരു ദൈവവേദനായി തീർന്നു. എന്നാൽ ഫിലമോന്റെ ഭവനത്തിൽ വെച്ച് അവൻ അങ്ങനെ ഒരു സാഹചര്യം അല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവനൊരു വിശ്വാസിയായി തീർന്നപ്പോൾ ഓനോസിമോസിനെ കുറിച്ച് ഫിലമോനോട് പറയുകയാണ്, ഇവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. തടവിൽ അവനായിരിക്കുമ്പോൾ ഞാൻ സുവിശേഷം അറിയിച്ചു, സുവിശേഷം പറഞ്ഞു. അവനോട് നീ അവിടെ നിന്ന് ഓടിപ്പോയത് ശരിയല്ലെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ വീണ്ടും ജന്മത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന ഫിലമോനും ഫിലമോന്റെ അടിമയായിരുന്ന ഓനോസിമോസും രണ്ടുപേരും തമ്മിൽ ഒരു രമ്യതയുടെ ഐക്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് ഏറെ കൊതിച്ചിരുന്നു അപ്പോസ്തലനായ പൗലോസ്. യോഹന്നാൻ 3:7 നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് പറയുകയാണ്. അത് പറഞ്ഞത് നിക്കോദിമോസിനോടാണ്. നിക്കോദിമോസ് യഹൂദന്മാരുടെ ഒരു ഉപദേഷ്ടാവായിരുന്നു. കർത്താവിനെ സന്ദർശിക്കുവാൻ തക്കവണ്ണം രാത്രിയിലാണ് കടന്നു ചെന്നത്. നിക്കോദിമോസ് ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ വീണ്ടും ജനിക്കേണ്ടത്? കർത്താവ് പറയുകയാണ്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്കൊരിക്കലും സ്വർഗരാജ്യം കാണുവാനായിട്ടിടയാകുകയില്ല. നമുക്കറിയാം, കർത്താവിന്റെ ദീർഘമായ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ യഹൂദന്മാർ മിശിഹയായി കർത്താവിനെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ കർത്താവ് മിശിഹയാണെന്ന് ഏകദേശമായ ഒരു രൂപം നിക്കോദിമോസിന്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് തന്റെ സംശയം തീർക്കുന്നതിനായി കർത്താവിന്റെ അടുക്കൽ ചെന്നത്. അപ്പൊ നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. അവനിങ്ങനെ പറയുകയാണ്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ഞാൻ വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യോഹന്നാൻ 3:14 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവര്, അപ്പോൾ വീണ്ടും ജനനം നടക്കുന്നത് ഒന്ന് പറയുകയാണ്, തടവെന്നോ വചനം കേൾക്കുന്ന ഇടമെന്നോ എവിടെയൊന്നില്ല. വേദപുസ്തകം വായിച്ച് ആമേൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ തന്റെ മിശിഹയായി വിശ്വസിക്കുമ്പോൾ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ഓരോരുത്തരും കടന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ നിക്കോദിമോസിനെ നമുക്കറിയാം, കർത്താവിന്റെ ഖബറടക്ക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നിക്കോദിമോസും യോസഫും കൂടിയാണ്. അരിമത്യക്കാരനായ യോസഫ് ആരെയും വെച്ചിട്ടില്ലാത്തൊരു കല്ലറയിലാണ് നമ്മുടെ കർത്താവിനെ അടക്കം ചെയ്യുന്നത്. പീലാത്തോസിന്റെ അടുക്കൽ രണ്ടുപേരും കടന്നു എന്നാണ് കർത്താവിന്റെ ശവസംസ്കാരത്തിനായി ശരീരം വിട്ടുതരണമെന്ന് ഓർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിക്കോദിമോസിന്റെ ജീവിതത്തിലും വീണ്ടും ജനനം ആവശ്യമായിരുന്നുവെങ്കിൽ അവൻ വലിയ ഉപദേഷ്ടാവായിരുന്നു, അവൻ യഹൂദന്മാരെ ഉപദേശിക്കുന്നവനായിരുന്നു. എന്നാൽ മിശിഹ അവരുടെ കൺമുമ്പിലൂടെ നടന്നു നീങ്ങിയിട്ടും വിശ്വസിക്കാൻ കഴിയാത്ത യഹൂദന്മാരുടെ മധ്യേ ഒരുവൻ ക്രിസ്തു ഒരു മിശിഹയാണെന്ന് വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഇതുവരെയും നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ നീ രക്ഷകനായി, നിന്റെ നാഥനായി, നിന്റെ കർത്താവായി നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതാ ഒരു പകൽക്കാലം കൂടെ നമ്മൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. നീ അവനെ സ്വീകരിക്കുമോ? എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരാർത്ഥം കാൽവരിയിൽ ഒരു പരമയാഗമായി തീർന്ന് നമ്മുടെ പാപത്തെ പരിഹാരം വരുത്തിയ ആ മിശിഹ നീ കഴിഞ്ഞ നാളുകളിൽ എങ്ങനെയായിരുന്നു എന്നല്ല, എന്നാൽ ഇപ്പോൾ ഈ നിമിഷം
നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ മകനും മകളുമായി തീരുമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പൊ ഒന്ന്, ഒരു മനുഷ്യൻ വീണ്ടും ജന്മത്തിലേക്ക് കടന്നു വരണം. അതേത് സമയമെന്ന് വ്യത്യസ്തമല്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവമാണ്. ചിലർക്ക് രോഗങ്ങളാകാം, ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, ചിലരെ സംബന്ധിച്ചിടത്തോളം വൈദ്യശാസ്ത്രം തള്ളപ്പെട്ട അവസ്ഥയിലാകാം, ചിലർക്ക് മറ്റുള്ളവർ ശത്രുക്കളാകാം. അങ്ങനെയുള്ളതായ ഏതൊരവസ്ഥയിലാണെങ്കിലും ഏതൊരു മനുഷ്യനും കടന്നു വരുവാൻ എപ്പോഴും സ്വർഗത്തിന്റെ സിംഹാസനം തുറന്നിട്ടിരിക്കുകയാ. പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രനോടെ ഉപവിഷ്ടനായിരിക്കുകയാ. നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഞാൻ പാപിയായ ഒരു മനുഷ്യനാണെന്ന് നീ പറയുകയാണെങ്കിൽ തീർച്ചയായും ദൈവം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്നെ അവന്റെ മകനാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ വീണ്ടും ജനനം സംഭവിക്കേണ്ടത് പ്രത്യേകിച്ചൊരു സ്ഥലമാണെന്നൊന്നും പറയുന്നില്ല. ഏത് നിമിഷവും അത് സാധ്യമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാണ്. 2 Corinthians 5 വരുമ്പോൾ പറയുന്നു, അതായത് ഫിലമോൻ ഇതാ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഇവിടെ ഓർപ്പിച്ചു, ഓനോസിമോസിന് ഒരു വീണ്ടും ജന്മമുണ്ടായി. അവനെ ഫിലോമിന്റെ അടുക്കൽ ചെന്നൊരു എമ്മയുടെ അനുഭവത്തിലേക്ക് കടത്തിവിടണം. രണ്ടാമതായി ഇവിടെ പറയുകയാണ്, ഓനോസിമോസ് ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അതുകൊണ്ട് 2 Corinthians 5 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഇതാണ് ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന വിഷയം എന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. കഴിഞ്ഞതിനെ അവൻ മറക്കുകയാണ്. മുൻപോട്ടുള്ള ഒരു പ്രയാണത്തിലേക്ക് അവൻ യാത്രയാകുകയാണ്. മറ്റൊന്നുമല്ല, സിയോനിലേക്കുള്ള യാത്രയിൽ അവൻ ചുവടുവെക്കുന്നവനാണ്. അവൻ ഇവിടെ പറയുകയാണ്, നീ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. ഒരിക്കൽ ഒരു ട്രെയിനിൽ ഒരു സഞ്ചാര സുശേഷനായിരുന്ന ഒരു മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. തൊട്ടടുത്ത സീറ്റിൽ ഒരു യൗവനക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഈ മകനെ ശ്രദ്ധിച്ചു, ഈ മകൻ അദ്ദേഹത്തെയും ശ്രദ്ധിച്ചു. അദ്ദേഹം തന്റെ ബാഗിൽ നിന്ന് ബൈബിൾ എടുത്ത് അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ യുവാവായ മനുഷ്യൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ദൈവമില്ല എന്ന് നീ പറയുന്നുവെങ്കിൽ നീ മൂഢനാകുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ദൈവമില്ലെന്ന് വിശ്വസിച്ച് ഈ ലോകത്തിന്റെ സന്തോഷത്തിൽ ജീവിക്കുന്നവനായ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വളരെ ക്ഷീണിതനാണല്ലോ, നിങ്ങളിങ്ങനെ വസ്ത്രമൊന്നും വെടിപ്പുള്ളതല്ലോ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളിങ്ങനെ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? നിങ്ങളിൽ നല്ലത് നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഇനിയുള്ള കാലമെങ്കിലും നിങ്ങൾ നല്ലതായി വല്ലതൊക്കെ കഴിച്ച് ജീവിക്കണമെന്ന് ആ വയോധികനായ സുശേഷകനോട് പറയാനിടയായി. അദ്ദേഹം അദ്ദേഹത്തോട് തിരിച്ച് സുവിശേഷം പറഞ്ഞു. അദ്ദേഹത്തിന് കേൾക്കുവാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്താണ് സുവിശേഷം? നമുക്കറിയാം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു എഴുന്നേറ്റ യേശുവിനെ ഓർക്കുന്നതാണ് സുവിശേഷം എന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. അതാണ് സുവിശേഷം. വിശ്വസിക്കുക. ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടിയാണ് യാഗമായി തീർന്നത്. നീ ചെയ്ത സകല പാപങ്ങളും നീ ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നതും നിന്റെ ലോകപരമായുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ നിനക്ക് തന്നത് ദൈവമാണ്. ആ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ, ഞാനൊരു പാപിയാണെന്ന് ഏറ്റു പറഞ്ഞാൽ നിന്നെയും അവന്റെ മകനാക്കി തീർക്കും. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ആയുസ് 70 ഏറെയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും
ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞു, അതാണ് എൻ്റെ പ്രത്യാശ. അവിടെ ഈ നിരീശ്വരവാദിയായിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഈ ലോകത്തിലൊരു മനുഷ്യൻ ജനിക്കുന്നു, അവനെ ജീവിക്കുന്നു, സുഖമായി ജീവിക്കുന്നു, ആവുന്നിടത്തോളം കാലം ജീവിക്കുന്നു, അതിനുശേഷം മരിക്കുന്നു. ഒരു സ്വർഗമുണ്ടെന്നോ ഒരു നരകമുണ്ടെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ പണി ഉപേക്ഷിച്ച്, ക്രിസ്തുവിനെ ഉപേക്ഷിച്ച്, നിങ്ങളുടെ വിശ്വാസത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ സന്തോഷമായി ജീവിക്കുക, അതാണ് ഞാൻ നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, എനിക്ക് 80 വയസ്സ് വരെ ആയുസ് ഉള്ളൂ എന്നിരിക്കട്ടെ, 80ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നിരിക്കട്ടെ, നീ പറഞ്ഞതുപോലെ ഞാൻ ഭൂമിയിൽ ജീവിച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം എന്താണെന്നറിയാമോ? എന്നെ ദൂതന്മാർ വന്ന് സ്വർഗീയ പർദീസയിലേക്ക് ആനയിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ ചിന്തിച്ചതുപോലെ ഞാൻ ലോകപ്രകാരം ജീവിച്ചാൽ ഒരുപക്ഷെ നീ പറയുന്ന സ്വർഗമില്ലെങ്കിലും എനിക്ക് നഷ്ടപ്പെടാനുള്ളത് 80 വർഷം മാത്രമാ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, ഒരു സ്വർഗമുള്ളത് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു നിത്യമായ സ്വർഗമുള്ളത് കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത് അവന്റെ സുവിശേഷം അറിയിച്ച് മുൻപോട്ട് പോയത് കൊണ്ട് സ്വർഗം എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ യൗവനക്കാരൻ ചിന്തിപ്പാനിടയായി. അദ്ദേഹം മുൻപ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇന്നത്തെ നിന്റെ ചിന്താഗതികൾ മാറ്റി നീ ഒരു പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഉടനെ ദൈവത്തിന്റെ ആത്മാ ബോധ്യപ്പെടുത്തി ഈ വയോധികനായ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് വലിയ വേദന തോന്നി, പ്രയാസം തോന്നി. ഞാൻ 80 വർഷം അടിച്ചു പൊളിച്ച് ജീവിച്ച് ഒരു സ്വർഗമുണ്ടെങ്കിൽ ആമേൻ, എനിക്കത് ലഭിക്കാതെ പോയാൽ ഞാൻ നിത്യമായ നരകത്തിൽ വസിക്കേണ്ടത് വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളത്തിൽ ഓർപ്പിച്ചപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ആ ട്രെയിനിലെ ഉള്ളിലെ ആമേൻ സീറ്റിൽ നിന്ന് താഴെ മുട്ടുമടക്കി ആ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുനീർ ധാരിധാരിയായി വീണുകൊണ്ടിരിക്കുമ്പോൾ ആ വയോധികനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാത്മീയ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ നിരീശ്വരവാദിയായിരുന്നുവെങ്കിലോ എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ അവന്റെ മകനാക്കി തീർത്തു എന്നുള്ളൊരു ബോധ്യം എന്റെ ഹൃദയത്തിൽ തന്നപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ലഭിച്ച അതേ സന്തോഷം എനിക്ക് ലഭിച്ചുവെന്ന് ആ മനുഷ്യനോട് പറയുവാനും പിൽക്കാലത്ത് ഈ നിരീശ്വരവാദിയായിരുന്ന മനുഷ്യൻ ഒരു സുവിശേഷകനായി മാറുവാനും വേണ്ടിയായി തീർന്നു. അപ്പൊ ഒന്ന്, ആമേൻ, നീ വീണ്ടും ജനിക്കണം. അത് സമയമോ കാലമോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ മുട്ടുമടക്കി, കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞാൽ നീ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാ. വീണ്ടും ജനനത്തിൽ കടന്നു വരുമ്പോൾ രണ്ടാമതായി നമ്മൾ കണ്ടു, അവരൊരു പുതിയ സൃഷ്ടിയായി തീരുന്നു. വീണ്ടും ജനനത്തിൽ ആര് കടന്നു വരുന്നുവോ അവനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തില് പ്രഭാതം മുതൽ കടന്നു വരുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സുവിശേഷം അറിയിക്കാതിരിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഇതറിയിക്കാതിരുന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അയ്യോ കഷ്ടമെന്ന്. ആയതുകൊണ്ടാണ് അല്പം വൈകിയാണെങ്കിലും ഞാൻ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ആമേൻ. രണ്ടാമതായിട്ട് ആമേൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ അവിടെ പറയുകയാണ്, വാക്യം 15 ഫിലിമോന്റെ വാക്യം 15 14-16 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുകയാണ്. 15 വാക്യങ്ങളില് ഒരു വിശ്വാസിയായ ആൾ നിനക്ക് പ്രിയ സഹോദരനാകുന്നു. ഹല്ലേലൂയ. ഒരു വിശ്വാസിയായ ആള്
നിനക്ക് പ്രിയ സഹോദരനാകുന്നു. ഫിലമോന് ലേഖനം കൊടുക്കുമ്പോൾ മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഓനോസിമോസ് അവൻ എനിക്ക് പ്രിയ സഹോദരനാ. ഞാൻ നിന്നെ അവന്റെ അടുക്കൽ അയക്കുമ്പോൾ അവനും നിനക്ക് പ്രിയ സഹോദരനായിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കറിയാം ഒരു ചെറിയ അധ്യായം, അത് ഒരു ഫിലമോൻ എഴുതിയ ലേഖനം ഒരു ചെറിയ കത്താണ്. അത് ഏകദേശം 25 വാക്യങ്ങളുള്ളതായ ഒരു ചെറിയ അധ്യായമാണ്. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് അനേക ആത്മീയ മർമ്മങ്ങൾ ഒരു വിശ്വാസിക്ക് പഠിക്കുവാനായിട്ടുണ്ട്. എത്ര വർഷം പ്രസംഗിച്ചാലും തീരാത്ത ആത്മീയ അനുഭവങ്ങള് അതിനുള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കോരയിട്ടിട്ടുണ്ട്. ഒന്ന്, നീ എവിടെയായിരുന്നാലും നീ എന്ത് ചെയ്യണം? നീ വീണ്ടും ജനിക്കണം. 2, നീ ഒരു പുതിയ സൃഷ്ടിയായി തീരും വീണ്ടും ജനിക്കുമ്പോൾ. 3, നമ്മൾ വിശ്വാസികൾ തമ്മിൽ പ്രിയ സഹോദരന്മാരായി തീരും. ദൈവത്തിന് സ്വതന്ത്രം. എഴുത്ത് കൊടുത്ത് വിടുമ്പോൾ ഈ ഓനോസിമോസിനോട് ഒരു എന്തായാലും ഹൃദയത്തില് അല്പം പ്രയാസം ഫിലമോൻ ഉണ്ടായിട്ടുണ്ട്. അവൻ വിശ്വാസിയാണ്, ഒരു സഭയെ നയിക്കുന്നവനാണ്. മാത്രമല്ല അവന്റെ മകനോ ഒരു ശുശ്രൂഷകനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവന് അവിടുന്ന് എന്തോ സാധനങ്ങളെ മുതൽ മോഷ്ടിച്ചു കൊണ്ടാകാം ഒരുപക്ഷെ അവിടുന്ന് പോയത്. അപ്പൊ അവന്റെ ഉള്ളിൽ ഒരു കയ്പിന്റെ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അപ്പോസ്തലനായ പൗലോസ് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് പറയുക, തടവിൽ വെച്ച് ഇവൻ വീണ്ടും ജനിച്ചു, ഇവനൊരു ഇവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. ഇവനിപ്പോ എനിക്ക് ആരാന്നറിയാമോ? പ്രിയ സഹോദരനാ. കാരണം അത് പറയാനൊരു കാര്യം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവൻ വീണ്ടും ജനിച്ചപ്പോൾ ഫിലമോനെ, അവൻ നിന്റെ പ്രിയ സഹോദരനായി തീരുകയാണ്. അവനെ നീ സഹോദരനായി കൈക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ആരായി? എന്നെ. യേശു കർത്താവിനെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എത്ര മനോഹരമായൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി ദൈവത്തിന് പ്രിയ മകനും മകളുമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പറഞ്ഞു, തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ സഹോദരന്മാരാണെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാ വിശ്വാസികളും പ്രിയ സഹോദരന്മാരാണെന്ന് വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ ഓർപ്പിക്കുകയാണ്. എന്നാൽ അതിനൊരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. 3.5 വർഷക്കാലം താൻ പ്രസ്താവിച്ച വചനങ്ങൾ പ്രമാണിക്കുന്നവനാണ് യേശുവിനെ സ്നേഹിക്കുന്നവൻ. കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവനൊരു നാളും മരിക്കുകയില്ല എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും, നമ്മൾ ഒരു മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ അധികം താമസം വിനാ നമുക്ക് കഴിയും. എന്നാൽ നമ്മുടെ ആത്മാവ് സ്വർഗീയ പരദീസയിൽ താൽക്കാലിക വിശ്രമത്തിനായിട്ട് കടന്നു പോകുമെന്ന് പറയുകയാണ്. ആദിമസഭയില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 34-ാം വാക്യത്തിൽ, ആദിമസഭയിൽ അവര് ഐക്യമത്യമുള്ളവരായിരുന്നു, അവര് പരസ്പരം സഹോദരന്മാരായിരുന്നു, പരസ്പരം അവർ സ്നേഹിതന്മാരെ പോലെ പെരുമാറിയിരുന്നു. അതുകൊണ്ട് ആദിമസഭയിൽ ഒന്നിനും മുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. വായിച്ചു കണ്ടോ? മുട്ടുള്ളവരാരും ആദിമസഭയിൽ ഉണ്ടായിരുന്നില്ല.
നമുക്കറിയാം അവിടെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെ സഭ കടന്നു പോവുകയാണ്. ആമേൻ. ആ കാലങ്ങളിലെ ആദിമസഭ കടന്നു പോവുകയാണ്. നമ്മൾ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ അവരെല്ലാവരും കുറച്ചാളുകളെ ഉള്ളൂ. എന്നാൽ അവരെല്ലാവരും അവരുടെ വസ്തുവകളൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവര് കൊണ്ടുവെക്കുമ്പോൾ അപ്പോസ്തലന്മാർ ന്യായമായ രീതിയിൽ എല്ലാവർക്കും ഒരുപോലെ വിഭാഗിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു അനന്യാസിനെയും സഫീറയെയും. പ്രിയപ്പെട്ടവരെ, അവരും അവരുടെ നിലം വിറ്റു. ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും സ്വമേധയാ അവരുടെ സ്ഥലങ്ങളും അവരുടെ വസ്തുക്കളും വിറ്റ് അവരേക മനസ്സോടെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാ. ഇവരും വിറ്റു. ഇവരും സഭയിലെ അംഗങ്ങളായിരിക്കാം. അവരും വിറ്റു. ദൈവത്തിന് സ്തോത്രം. വിറ്റിട്ട് ആദ്യം ആമേൻ നമ്മളോട് കാണുകയാണ് അനന്യാസ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ ഈ പണം കൊണ്ട് ചെല്ലുകയാണ്. അപ്പൊ ആ പത്രോസ് ചോദിച്ചു, നീ ഇത്രയും പണത്തിനോ നീ അത് വിറ്റത്? അവനോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവൻ പിടഞ്ഞു വീണ് മരിക്കുവാനിടയായി തീർന്നു. കാരണം എന്നറിയാമോ? അവൻ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്തു. അത് ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് അവൻ പിടഞ്ഞു വീണു മരിക്കുവാനിടയായി. ആമേൻ. അവർ ഭാര്യയും ഭർത്താവും ഒത്തിട്ടാണ് വിറ്റത്. എന്നിട്ട് അവർ കുറെ എടുത്തു വെച്ചു. ഈ സഭ എത്ര കാലം നിൽക്കുമെന്ന് അവർക്ക് അറിയത്തില്ല. എന്നാൽ അവരുടെ ദൈവം അവരെ ജീവപര്യന്തം പോറ്റുന്നവനാണെന്ന് അവർ വിശ്വസിക്കേണ്ടിയിരുന്നു. അവർക്കതിന് കഴിയാത്തത് കൊണ്ട് അവർ കുറെ പണമെടുത്ത് മാറ്റിവെച്ചു. അങ്ങനെ അനന്യാസ് മരിച്ചു. രണ്ടാമത് പ്രിയപ്പെട്ടവള് കടന്നു ചെന്നു. അവരൊത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാര്യങ്ങളൊക്കെ മാറ്റുന്നതിന് അവര് സഹകരിച്ചിരുന്നു. ഒടുവിൽ ചെന്നപ്പം ചോദിച്ചു, നീയും ഇത്രയ്ക്കോ വിറ്റത്? ഇത്രയും പണമേ ഉള്ളൂ? അവൾ അറിയുന്നില്ല. നിന്റെ ഭർത്താവ് മരിച്ചുപോയത് കുഴിച്ചിട്ടതൊന്നും അവൾ അറിയുന്നില്ല. അവളോട് കടന്നു പറഞ്ഞു, അതെ ഇത്രയ്ക്കാണ് വിറ്റതെന്ന് പറഞ്ഞു. നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാലുകൾ ഇതാ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവളും പിടഞ്ഞു വീണ് മരിക്കുവാനിടയായി. ആ ദിവസമേൽ ഇത് വലിയൊരു ഭയത്തിനിടയായി തീർന്നു. ദൈവത്തെ ഒന്നുകൂടെ സ്നേഹിപ്പാന്, ദൈവത്തോട് ഒന്നുകൂടെ പറ്റിച്ചേരുവാന് ആമേൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ആമേൻ ആമേൻ അതേ കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ദൈവത്തോട് പറ്റിയിരിക്കണമെന്ന്. കച്ച പഴയ കാലത്ത് കച്ച ഉപയോഗിക്കും. കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ദൈവത്തോട് ഞാൻ നിങ്ങളും പറ്റിയിരിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് അവിടെ അവർക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ കർത്താവിനെ വിശ്വസിച്ചിറങ്ങിത്തിരിക്കുന്നവർക്ക് യാതൊന്നിനും മുട്ടുവരികയില്ല. ആമേൻ. അവരുടെ ബുദ്ധിമുട്ടൊക്കെ എൻ്റെ കർത്താവിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുന്ന ഹൃദയമുണ്ട്. അത് ഏതൊരു വിഷയമാണെങ്കിലും, ആത്മീയ വിഷയമാണെങ്കിലും, ഭൗതിക വിഷയമാണെങ്കിലും, എൻ്റെ കർത്താവ് ധനവാന. അവന്റെ ധനത്തിനൊത്തവണ്ണം നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് നീ മറ്റുള്ള മുമ്പിൽ കൈ നീട്ടുവാൻ അവൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലതും ലഭിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി നിനക്ക് സകലതും ലഭിക്കും. അപ്പൊ ഒരു വിശ്വാസി എങ്ങനെയുള്ളവനാ? അതുകൊണ്ടാണ് വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ ഒരു വലിയ സ്നേഹമാണ്. ആദ്യകാലങ്ങളിൽ അത് ആമേൻ ദൈവത്തിന് സ്തോത്രം സ്നേഹചുംബനമായിരുന്നെങ്കിൽ ആമേൻ ഇന്ന് അത് എന്തായി മാറിയെന്നറിയാമോ? അത് കയ്യസൂരിയായി മാറി. നിങ്ങൾ മറന്നു പോകരുത്. ഒരു വിശ്വാസിയെ കാണുമ്പോൾ ഉള്ള സ്നേഹം വിവരിക്കുവാൻ വർണ്ണിക്കുവാൻ കഴിയാവുന്നതിൽ അപ്പുറമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ആമേൻ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അതിങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ ആരും കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആരും കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. പോലെ തന്റെ വഴിയിൽ തന്റെ വചനം
പോലെ ഞാൻ ചെയ്യൂ. തന്റെ വഴിയിൽ ഒന്ന് ഒരു വീണ്ടും ജനനം ആവശ്യമുണ്ട്. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. പഴയതിനെല്ലാം അവൻ ഉപേക്ഷിക്കുകയാണ്. അവന്റെ പാപങ്ങളെല്ലാം സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ദൈവം എറിഞ്ഞു കളയുകയാണ്. 3, ഒരു വിശ്വാസിയായ പ്രിയ സഹോദരനാണ്. വിലമോനെ, ഇവനെ നിന്റെ അടുക്കൽ വരുമ്പോൾ നീ അവനെ പ്രിയ സഹോദരനായി കാണണം. മാത്രമല്ല, അവൻ തടവിലിരുന്നപ്പോൾ അവൻ വീണ്ടും ജനിച്ചു. അവനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മള് 4-മതായിട്ട് ഒരു കാര്യം കൂടെ നോക്കി വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അവിടെ പറയുകയാണ്, വാക്യം 19 വായിച്ചാട്ട്. വാക്യം 19. പൗലോസ് എന്ന ഞാൻ നിനക്ക് കാണുമ്പോ അറിയാം, ഇത് സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്ന എഴുത്താ. ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അപ്പൊ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഫിലോമോന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്, അവനെ സഭയുടെ ചാർജ് കൊടുത്തത് ഒക്കെ ആരായിരുന്നു എന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുകയാ. പക്ഷേ നിന്നെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട്, എന്താ, നിന്നെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അതുകൊണ്ട് നിനക്ക് എന്നോട് കടപ്പാടുണ്ട്. ഞാനിപ്പോ നിന്നോട് കടപ്പെട്ടിരിക്കുക. എന്തിനെന്നറിയാമോ? ഓനസിമോസ് എന്ന് പറയുന്ന അടിമയെ നിന്റെ വീട്ടിൽ നിന്ന് അവൻ ഒളിച്ചോടിയവനാ. പക്ഷെ നിന്റെ വീട്ടിലേക്ക് ഞാൻ അവനെ അയക്കുമ്പോൾ നീ അവനോട് നിന്റെ സഹോദരനെ പോലെ നീ അവനെ സ്വീകരിക്കണം. ആമേൻ എന്ന് ഓർപ്പിക്കുകയാണ്. കാരണം പൗലോസിന് ഫിലോമോൻ കടപ്പെട്ടിരിക്കുന്നു, അനുസരിക്കുവാൻ കടപ്പാടുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നുണ്ട്, ആമേൻ, അവന്റെ പേരിൽ എന്തെങ്കിലും കടമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് അത് എൻ്റെ പേരിൽ നീ എഴുതിക്കൂ, ഞാൻ നിനക്കത് തന്നുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഒരുവനോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കടപ്പാട് അവൻ വിശ്വാസിയായി തീർന്നു കഴിയുമ്പോൾ, അവൻ നിന്റെ പ്രിയ സഹോദരനായി തീർന്നു കഴിയുമ്പോൾ, അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്, അവന് വീണ്ടും ജനിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവനൊരു ദൈവത്തിലായി തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ, സുവിശേഷത്താൽ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, നമുക്കറിയാം, ഒരു കാലത്ത് ഒരു പഴയ കഥ എൻ്റെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു സഞ്ചാര സുശേഷകനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കവലയിൽ പോയി നിന്ന്, യേശു എൻ്റെ രക്ഷകനാ, നീ വിശ്വസിച്ചാൽ അവൻ നിന്റെ രക്ഷകനാകുമെന്ന് അവിടെ പ്രസംഗിക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പീഡനങ്ങളില്ലെന്നില്ല, അതുകൊണ്ട് കഷ്ടപ്പാടുകളില്ലെന്നില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഈ കേരളത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ അനേകര് ആമേൻ സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുമ്പോൾ, കൊല ചെയ്യപ്പെടുമ്പോൾ, ഞാനും നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന ദൈവത്തിന് നമ്മൾ എത്രമാത്രം സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ പീറ്റർ ഉപദേശി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആമേൻ പോയി സുവിശേഷം അറിയിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു പഴഞ്ചൻ സൈക്കിളുണ്ട്. ആ സൈക്കിളില് ദൂരങ്ങളില്, അന്നത്തെ കവലകളില് ആമേൻ എവിടെ ദൈവാത്മാവ് അദ്ദേഹത്തെ അയക്കുന്നു അവിടെ പോയി യേശുവിനെ പ്രസംഗിക്കൂ. തന്റെ പ്രസംഗത്തിന്റെ സാരം ഇതേയുള്ളൂ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക. അവൻ നിന്റെ രക്ഷകനാകുന്നു, അവൻ നിന്റെ കർത്താവാകുന്നു, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനാകുന്നു. നീ അവനിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാകും. അദ്ദേഹം അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കവലയിലുള്ള കുറെ ആളുകൾ കൂടി അദ്ദേഹത്തെ ഉപദ്രവിക്കുവാനും, അദ്ദേഹത്തിന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ സൈക്കിള് അടിച്ച് പൊളിച്ച് തകർത്ത് അവൻ അദ്ദേഹത്തെ ഏറെ ഉപദ്രവിച്ച് ആമേൻ തന്റെ കണ്ണ് ആമേൻ ഉപദ്രവിച്ച് വേദനയോടെ താനായിരിക്കുമ്പോൾ സ്തെഫാനോസിനെ പോലെ സ്വർഗത്തിലേക്ക് തന്റെ കണ്ണുയർത്തി ഹല്ലേലൂയ
വേദനയുണ്ട് ശരീരത്തില്. ആമേൻ. എൻ്റെ സൈക്കിൾ നഷ്ടപ്പെട്ടു പോയതും ഇനിയും സുവിശേഷം അറിയിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ദൂരദേശങ്ങളിൽ പോകാൻ കഴിയില്ലല്ലോ എന്നുള്ള ഭാരമൊക്കെയും ഉണ്ട്. എന്നാൽ അതെല്ലാം മറന്ന് താൻ ആത്മാവിലായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് തന്നെ കണ്ണുയർത്തി പാടിയൊരു ഗീതമാണ് കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നേയുള്ളൂ ആഗ്രഹമോ, കർത്താവിലെന്നും ശ്രേയം, കർത്തൃസേവ. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന്. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ ചെയ്തെന്നും ആർത്തുപാടി തോടെ കീർത്തനം ചെയ്തുവേശുവേ ഇത്ര നൽ രക്ഷകൻ. ഓ ഇത്ര നൽ രക്ഷകൻ. മനോഹരമായ ഒരു ഗാനം ഇന്ന് ലോകം മുഴുവൻ പാടി ദൈവജനം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നത്. അവരുടെ ഭാരങ്ങളില്, പ്രയാസങ്ങളില്, വേദനകളില് നിന്നെ തള്ളിപ്പറഞ്ഞ് ഒരു ജീവിതമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന മനോഹരമായ ഒരു പാട്ടായിരുന്നു ഈ പീറ്റർ ഉപദേശി എഴുതിയത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുകയാണ്. നമുക്കറിയാം ഈ എഴുത്തും കൊണ്ട് ഓനോസിമോസ് അവൻ ഫിലമോന്റെ സഭയിൽ ചെന്നപ്പോൾ, അവന്റെ തടവ് ശിക്ഷ കഴിഞ്ഞ് അവൻ ഫിലമോന്റെ അടുക്കൽ ചെന്നപ്പോൾ അവനെ ഒരു സഹോദരനെ പോലെ കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഓനോസിമോസിനെ കുറിച്ച് പിന്നീട് എഴുതിയിരിക്കുന്നത് അവന് കർത്താവിന് ഏറെ പ്രയോജനമുള്ളവനായി തീർന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചപ്പോൾ, ജീവിതത്തിൽ ആമേൻ തടവിലിരിക്കുമ്പോൾ ഓനോസിമോസിനെ അവൻ വീണ്ടും ജനിപ്പിച്ചതുകൊണ്ട്, അവനൊരു പുതിയ സൃഷ്ടിയായി തീർന്നതുകൊണ്ട് ആമേൻ പാപ്പസോള പൗലോസ് പറയുകയാണ്, നീ എന്റെ സഹോദരനാ, എന്റെ മാത്രമല്ല ഫിലമോന്റെ സഭയിലുള്ള വിശ്വാസികളുടെ സഹോദരൻ കൂടിയാ. മാത്രമല്ല ഫിലമോൻ ഇന്നു മുതൽ നീ ഒരു സഹോദരനായി തീർന്നിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിലായി പറയുകയാ, നീ അവനെ നിനക്കെന്തെങ്കിലും കടമുണ്ടെങ്കിൽ ഞാനത് തന്ന് തീർത്തുകൊള്ളാം. ഇവിടെവരെ നമ്മൾ മറന്നു പോകരുത്. ആരോടെങ്കിലും നമ്മൾ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആമേൻ കൊടുക്കുവാൻ നിർവാഹമില്ലെങ്കിലും ആമേൻ അവരുമായി നിരപ്പാകുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരുമായി എന്തെങ്കിലും വഴക്കോ പിണക്കോ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് നിരപ്പാകുവാൻ തയ്യാറാകണം. അങ്ങനെ നിരപ്പാകുമ്പോൾ നമ്മൾ ആരായിത്തീരും? ഈ സഭ മുഴുവൻ സഹോദരന്മാരായി മാറും. ഹല്ലേലൂയ! പുതിയ സൃഷ്ടിയായി തീരും. അതിന് സ്വർഗത്തിലെ ദൈവം എല്ലാ സഭാവിഭാഗങ്ങൾക്കും ഈ കാലങ്ങളിൽ, ഈ അന്ത്യകാലത്ത് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സ്തുതി പിതാവേ, മനോഹരമായ ഒരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകി. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വചനം സംസാരിപ്പാൻ തക്കവണ്ണം അല്പം വൈകിയെങ്കിലും ദൈവമേൽപ്പിച്ച ഈ വചനം കർത്താവേ ഈ പ്ലാറ്റ്ഫോമിലൂടെ സംസാരിപ്പാൻ തക്കവണ്ണം വേണ്ടി കൃപ തന്നതോർത്ത് സ്തോത്രം. കർത്താവേ, ഇത് കേട്ടവരെല്ലാം നീ അനുഗ്രഹിക്കണമേ. ഇനിയും കേൾക്കുവാനിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഇവിടെ കിടന്നു വരാത്തവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. ഇത് നിമിത്തം അനേകരുടെ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം, ആമേൻ, ഒരു വീണ്ടും ജന്മത്തിന്റെ അനുഭവം, പ്രിയ സഹോദരന്റെ അനുഭവം, ആമേൻ, കടപ്പാട്, ക്ഷമിച്ചു കൊടുക്കുന്ന അനുഭവം, എല്ലാ അനുഭവത്തിലേക്കും ആളുകളെ മാറ്റി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തുകയാണ്. മാനവും മുഖത്തോട് നിൽക്കണം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ കടക്കാരോടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്,
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പിതാവായ ദൈവത്തിന്റെ സ്നേഹമേഖജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധ റുഹായുടെ സംബന്ധം സഹവാസം അടുത്ത വ്യാഴാഴ്ച നമ്മൾ വീണ്ടും കൂടിക്കാണും വരെ ഇന്ന് നാളെ ഉണ്ടാകുമാറാകണമേ. ആമേൻ.